ജെ ഹോംസ് ആൻഡ് പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ ആലുവ മൂന്നാർ സ്റ്റേറ്റ് ഹൈവേയിൽ നിന്നും 500 മീറ്റർ മാത്രം അകലെയായി രാജഗിരി ഹോസ്പിറ്റലിന് വളരെ അടുത്ത് 4 സെൻറ്റ് സ്ഥലവും 1800 സ്ക്വയർ ഫീറ്റുള്ള 4 ബെഡ്റൂം 4 അറ്റാച്ച്ഡ് ബാത്റൂം ഒരു യൂട്ടിലിറ്റി സ്പേസ് ഒരു വർക്ക് ഏരിയ സംവിധാനത്തോടു കൂടി വരുന്ന ഓണർ താമസിക്കാൻ വേണ്ടി പണിത ഒരു മനോഹരമായ വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ജെ ഹോംസ് ആൻഡ് പ്രോപ്പർട്ടീസ് എന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ താഴെ കാണുന്ന ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്. ഇനി വീടിൻ്റെ മറ്റുള്ള വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് റോഡിൻ്റെ വിടുത്തേക്ക് നോക്കാം. നമുക്ക് പഞ്ചായത്തിൻ്റെ ടാർ റോഡിൽ നിന്നും കട്ട വിരിച്ച റോഡാണ് നമുക്ക് വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് വരുന്നത്. നമുക്ക് ഈ വീടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സൈഡിലേക്ക് ഒതുക്കി നിർമ്മിച്ചതിനാൽ തന്നെ നമുക്ക് 2-3 വാഹനം ഈസിയായി പാർക്ക് ചെയ്യാവുന്ന രീതിയിലാണ് നമുക്കിവിടെ കാർ പോർച്ചിനുള്ള പ്രൊവിഷൻ നൽകിയിരിക്കുന്നത്. കൂടാതെ നമുക്ക് മുറ്റം ക്രമീകരിച്ചിരിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഗ്രാസും കടപ്പ കല്ലുകളും കൊണ്ടാണ്. ഗേറ്റ് ഇവിടെ നിർമ്മിച്ചിട്ടില്ല. ഗേറ്റുകൾ നിർമ്മിച്ച് നമുക്ക് പൂർത്തീകരിച്ച് നൽകുന്നതാണ്. ഇനി നമുക്ക് സിറ്റ് ഔട്ടിൻ്റെ വിശേഷങ്ങളൊക്കെ നോക്കാം. സിറ്റ് ഔട്ട് വരുന്നത് നമുക്കിവിടെ മീഡിയം വലുപ്പത്തിലുള്ള സിറ്റ് ഔട്ടാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. സിറ്റ് ഔട്ടിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് ഗ്രാനൈറ്റ് ആണ്. കൂടാതെ ഫ്രണ്ട് ഡോറായിട്ട് വരുന്നത് നമുക്ക് തേക്ക് മരത്താൽ നിർമ്മിച്ച നല്ല ഡിസൈനോട് കൂടിയാണ് വരുന്നത്. കൂടാതെ നമുക്ക് പാനൽ വർക്കുകളും നമുക്ക് ഈ ഫ്രണ്ടിലായിട്ട് നൽകിയിട്ടുണ്ട്. നമ്മൾ വീടിൻ്റെ അകത്തേക്ക് ഇറങ്ങുമ്പോൾ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ലിവിങ് സ്പേസ് ആണ് നമുക്കിവിടെ വരുന്നത്. ലിവിങ് സ്പേസിന് നമുക്ക് എല്ലാ ഷേപ്പിലൊക്കെ സെറ്റ് ചെയ്യൊക്കെ ഇടാവുന്ന രീതിയിലാണ്. കൂടാതെ നമുക്ക് നല്ല രീതിയിലുള്ള ഫാൾസീലും വർക്കുകളൊക്കെ ലിവിങ് സ്പേസിന് ഭംഗിയാക്കുന്നതിന് വേണ്ടി നൽകിയിട്ടുണ്ട്. ലിവിങ് ഏരിയയിൽ നിന്ന് നമ്മൾ നേരെ പോകുന്ന നല്ല വിശാലമായ ഡൈനിങ് സ്പേസിലേക്കാണ്. നമുക്ക് 4-5 പേർക്ക് ഈസി ആയിരുന്നു ഭക്ഷണം കഴിക്കാവുന്ന രീതിയിലുള്ള ഡൈനിങ് സ്പേസാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നമുക്ക് ഡൈനിങ് സ്പേസിൻ്റെ സൈഡിൽ നല്ല രീതിയിലുള്ള ഒരു വാഷ് ബേസിൻ കൗണ്ടറും നമുക്ക് ഈ വീടിനായിട്ട് വരുന്നുണ്ട്. നല്ലൊരു സ്റ്റോറേജ് സ്പേസും നമുക്ക് ഇതിൻ്റെ അടിയിൽ കിട്ടുന്നുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്ന നല്ല ഓപ്പൺ കൺസെപ്റ്റിലുള്ള കിച്ചണിലേക്കാണ്. കിച്ചൺ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള കിച്ചണാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇവിടെ നിന്നും നമ്മൾ നേരെ പോകുന്നത് താഴത്തെ നിലയിലുള്ള ഒരു ബെഡ്റൂമിലേക്കാണ്. താഴെ ഒരു ബെഡ്റൂമും മുകളിൽ 3 ബെഡ്റൂമായിട്ടാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. എങ്കിൽ തന്നെ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നല്ല ഫാൾസീലും വർക്കുകളും നമുക്ക് ബെഡ്റൂമിനായിട്ട് വരുന്നുണ്ട്. ഈ ബെഡ്റൂം നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയാണ് വരുന്നത്. ബാത്റൂം കണ്ടാൽ തന്നെ അറിയാം അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഡിസൈനിലുള്ള ടൈലുകളൊക്കെയാണ് വരുന്നത്. നമുക്കൊരു വാഷ് ബേസിനും ബാത്റൂമിലായിട്ട് വരുന്നുണ്ട്. ഡൈനിങ് ഏരിയയിൽ നിന്നാണ് നമുക്ക് മുകളിലേക്കുള്ള സ്റ്റെപ്പുകൾ നൽകുന്നത്. സ്റ്റെപ്പിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് നമുക്ക് ഗ്രാനൈറ്റ് ആണ്. ബോർഡറായിട്ടും ടൈലുകളൊക്കെയാണ് വരുന്നത്. ഹാൻഡ് റെയിൽസൊക്കെ വരുന്നത് സ്ക്വയർ ട്യൂബിലും നമുക്ക് വുഡിൻ്റെ പാലിലൊക്കെ ചെയ്ത് നല്ല ഭംഗിയുള്ള ഡിസൈനിലാണ് നമുക്കിവിടെ ഹാൻഡ് റെയിൽസൊക്കെ വരുന്നത്. കൂടാതെ നമുക്ക് കയറി വരുന്നിടത്തിൽ നല്ല രീതിയിലുള്ള ഒരു പറഗോള സംവിധാനവും നമുക്കിവിടെ വെളിച്ചം കിട്ടുന്നതിന് വേണ്ടി നൽകിയിട്ടുണ്ട്. സ്റ്റെപ്പ് കയറി നമ്മൾ മുകളിലെത്തുമ്പോൾ അത്യാവശ്യം മീഡിയം വലുപ്പത്തിലുള്ളൊരു അപ്പർ ലിവിങ് ഏരിയയാണ് നമുക്കിവിടെ വരുന്നത്. ഇവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത് ഒരു മുകൾ നിലയിലുള്ള ഒരു ബെഡ്റൂമിലേക്കാണ്. മുകളിൽ 3 ബെഡ്റൂമാണ് വീടിനായിട്ട് വരുന്നത്. എങ്കിൽ തന്നെ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഈ ബെഡ്റൂമും നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയാണ് വരുന്നത്. ബാത്റൂം അത്യാവശ്യം ഡിസൈനിലുള്ള ടൈലുകളൊക്കെ നൽകിയിട്ടുണ്ട്. നമുക്കൊരു വാഷ് ബേസിനും ഈ ബാത്റൂമിനായിട്ട് വരുന്നുണ്ട്. ഇവിടെ നിന്നും നമ്മൾ നേരെ പോകുന്നത് മറ്റൊരു ബെഡ്റൂമിലേക്കാണ്. ഈ ബെഡ്റൂമും അത്യാവശ്യം നല്ല വലിപ്പമുള്ള രീതിയിലാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇവിടെ നിന്നും നമ്മൾ നേരെ പോകുന്നത് മറ്റൊരു ബെഡ്റൂമിലേക്കാണ്. അപ്പോൾ ടോട്ടലായിട്ട് നമുക്ക് മുകളിൽ 3 ബെഡ്റൂമും താഴെ 1 ബെഡ്റൂമും എന്നുള്ള രീതിയിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ 2 ബെഡ്റൂമിനായിട്ട് നമുക്ക് ഒരു കോമൺ ബാത്റൂമാണ് നമുക്കിവിടെ വരുന്നത്. അത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള രീതിയിലാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇവിടെ നിന്നും നമ്മൾ നേരെ പോകുന്ന നല്ലൊരു ബാൽക്കണി സ്പേസിലേക്കാണ്. ബാൽക്കണി ഒരു മീഡിയം വലുപ്പത്തിലുള്ള ബാൽക്കണിയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ബാൽക്കണിക്കായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് നമുക്ക് സ്ക്വയർ ട്യൂബാണ്. ചെറിയ രീതിയിലുള്ള ഫാൾസീലും വർക്കുകളും നമുക്ക് ബാൽക്കണിക്കായിട്ട് വരുന്നുണ്ട്. ആലുവ മൂന്നാർ സ്റ്റേറ്റ് ഹൈവേയിൽ നിന്നും ഏകദേശം 500 മീറ്റർ മാത്രം അകലെയായി രാജഗിരിക്ക് വളരെ അടുത്ത് 4 സെൻറ്റ് സ്ഥലവും 1800 സ്ക്വയർ ഫീറ്റുള്ള 4 ബെഡ്റൂമോട് കൂടി വരുന്ന ഈ വീടിന് ഓണർ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് 62 ലക്ഷം രൂപയാണ്. വില തികച്ചും നെഗോഷ്യബിളാണ്. കൂടാതെ ഈ പ്രോപ്പർട്ടിക്ക് ഏത് ബാങ്കിൻ്റെ ലോൺ വേണമെങ്കിലും നമ്മൾ തന്നെ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് നൽകുന്നതാണ്.